മിഠായി വിൽക്കാനുണ്ടേ. മിഠായി, ചോക്ലേറ്റുകൾ, ഗാലക്സികൾ, സ്നിക്കേഴ്സുകൾ. സുഹൃത്തുക്കളെ, ബൗണ്ടി ഏറ്റവും കൂടുതൽ സൗദിയിൽ സെയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ബൗണ്ടി. അതും അതിൻ്റെ ചെറുകിട ഐറ്റങ്ങളും. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഷ്റഫ് പുതുക്കോടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു തരം മിഠായി നിങ്ങളെ പരിചയപ്പെടുത്താനും പഴയതിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാനും കൂടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണതിൽ തേങ്ങൻ്റെയാണ് കേട്ടോ, കോക്കനട്ട്. അത് അറബിയിൽ പറയുമ്പോൾ ഹിന്ദി എന്നാ പറയാ, ജൗ അൽ ഹിന്ദ്. ജൗ അൽ ഹിന്ദ് എന്നാണ് അത് അറബിയിൽ തേങ്ങന ഇവിടെ അറിയപ്പെടുക. പിന്നെ അത് ഹിന്ദിയിലേക്ക് പോകുമ്പോൾ നാരിയൽ എന്നാ പറയാ, നാരിയൽ. സുഹൃത്തുക്കളെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള വിളയാണ് നാളികേരം. അതങ്ങ് കടൽ കടന്ന് UAE, അറബ് എമിറേറ്റ്സ്, ദുബായ് അവിടെ പ്രൊഡക്റ്റ് ചെയ്ത് അത് സൗദിയിലെത്തിച്ച് ആളുകൾക്കൊക്കെ കഴിക്കാൻ പാകത്തിന് ടേസ്റ്റാക്കി അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ തേങ്ങ മറുനാട്ടിലെത്തി അത് പ്രോസസ്സ് ചെയ്ത് കമ്പനിയിൽ മിഠായി രൂപത്തിലാക്കി. ഈ തേങ്ങ കൊണ്ടുള്ള മിഠായിൽ ബൗണ്ടിയാണ് ഏറ്റവും വില കൂടിയതും ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ബൗണ്ടിയാണ്. ഇത് ഒരെണ്ണം 3 റിയാലാണ് വില. അത് കടയിൽ വിൽക്കുന്ന വിലയാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ അത്ര വിലയില്ല. ഈ 24 പീസ് വരുന്ന ബൗണ്ടി 57 ഗ്രാമാണ് 24 പീസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന വില 54 റിയാലാണ്. കടക്കാർ 3 റിയാലിന് ബക്കാല വിൽക്കുമ്പോൾ അത് ഇതാണ് ഹവാവി, ഗന്തൂറിൻ്റെ പ്രൊഡക്റ്റാണ്. കമ്പനി ഗന്തൂറാണ്. ഒരു പീസ് 1.5 റിയാലിനാണ് കടയിൽ വിൽക്കുന്നത്. 12 പീസാണ് അതിനകത്ത് കാർട്ടൂണിനകത്ത് വരുന്നത്. അതിന് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള വില 10.5 റിയാലാണ്. ഇപ്പോൾ 12.5 റിയാലായിരുന്നു, ഇപ്പോൾ 10.5 റിയാലാണ്. ഓഫറാണ്. കടയിൽ 1.5ക്ക് വിൽക്കുമ്പോൾ അത് 18 റിയാലിനാണ് കടയിൽ നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഒരു മിഠായി തന്നെയാണ്. പിന്നെ സുഹൃത്തുക്കളെ, റൊളാന ഇതിൽ തേങ്ങ കൊണ്ട് പൊതിഞ്ഞ് അതിനകത്ത് ഒരു ബദാം വെച്ചിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. 5 പീസാണ് ഈ ഒരു കീസിൽ, ചെറിയൊരു കവർ പാക്കിൽ 5 കീസാണ് വരുന്നത്. ഇതൊരു കാർട്ടൂണിൽ വരുന്നത് 12 പീസാണ്. കടയിൽ 2 റിയാലിനാണ് ഇതൊരു പീസ് കടയിൽ വിൽക്കുന്നത്. 2 റിയാലാണ് ഒരു പീസ്. നമ്മുടെ കയ്യിൽ വരുന്നത് വെറും 16 റിയാൽ മാത്രം. തെരീബി അടക്കം 16 റിയാൽ. അത് കടക്കാർ 24 റിയാലിന് വിൽക്കുന്ന സാധനം കേട്ടോ. 2 ഫ്ലേവറാണ് അതിൽ വരുന്നത്. ഒന്ന് ചോക്ലേറ്റ് വിത്ത് നട്ട്സ്, ഈ റെഡ് റൊളാനൻ്റെ ചോക്ലേറ്റ് വിത്ത് നട്ട്സ്, അങ്ങനെ. പിന്നെ ഒന്ന് നാരിയൽ കോക്കനട്ട് വിത്ത് ബദാംബ്, അങ്ങനെ 2 മോഡലാണ് വരുന്നത്. പിന്നെ വന്നിട്ട് ഇത് പിക്കാഡിയലാണല്ലോ, പിക്കാഡിയൽ ചോക്ലേറ്റ്. ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാത്തിലും പറഞ്ഞു പിക്കാഡിയലിൻ്റെ ചോക്ലേറ്റുകളാണ് എൻ്റെ അടുത്ത് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിക്കാഡിയലിൻ്റെ കമ്പനിയാണ് കൂടുതലായിട്ട് സെയിലുള്ളത് എനിക്ക്. ഇത് അതിൻ്റെ പുതിയ പ്രൊഡക്റ്റ് അല്ല, ഇത് 1 വർഷത്തോളമായി വിപണിയിൽ എത്തിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതും ദുബായ് തന്നെ കേട്ടോ പ്രൊഡക്റ്റ്. എല്ലാം ഏറെക്കുറെയുള്ള സൗദിയിലെത്തുന്ന മിഠായികളിൽ 60% ദുബായാണ്. ബാക്കിയുള്ളത് ജോർദാൻ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ഒരേ ഒരു രാജ്യം ഉള്ളൂ, അത് സൗദി അറേബ്യ തന്നെ. അത് ആളുകൾ, മനുഷ്യരായാലും മറ്റുള്ള പ്രൊഡക്റ്റ് ആയാലും സൗദി അറേബ്യയിലാണ് എല്ലാ വേൾഡിൽ നിന്ന് സാധനങ്ങൾ എത്തുന്നത് കേട്ടോ. പിന്നെ സുഹൃത്തുക്കളെ, എൻ്റെ ഈ പാലക്കാടൻ കച്ചവടം എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ അടിക്കണം. കാണുന്നവരെല്ലാം പരമാവധി ഷെയർ ചെയ്ത് എല്ലാ പ്രവാസികൾക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം. മദീനത്ത് നമുക്ക് സെയിലുണ്ട്. മദീനത്ത് ടൗണിൽ സെയിലുണ്ട്. 200 കിലോമീറ്റർ ചുറ്റളവിലും നമ്മളെ വണ്ടികളെല്ലാം എത്തുന്നുണ്ട്. ഈ 5 പ്രൊഡക്റ്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്.
ഇതിൽ ലാഗോണാണ് ഇപ്പോൾ പുതിയ മോഡലായിട്ട് വന്നത് കേട്ടോ. പുതിയതായിട്ട് വന്നത് ഇഗ്ലൂവിൻ്റെ കമ്പനി, ദുബായ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് ഇഗ്ലൂ. പിന്നെ മുകളിൽ ചോക്ലേറ്റും അകത്ത് മുഴുവൻ തേങ്ങ നിറച്ചതുമായിട്ടാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങൻ്റെ പ്രൊഡക്റ്റ് അറിയാലോ, നമ്മൾ നാട്ടിൽ സാധാരണ തേങ്ങ ഉപയോഗിച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. അതുകൊണ്ട് തേങ്ങൻ്റെ ടേസ്റ്റിനെ പറ്റി ആരുടെ അടുത്തും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടി ഈ ചോക്ലേറ്റിന് അകത്ത് തേങ്ങ വരുമ്പോൾ അതിലൊരു ഫ്ലേവറുകൾ ഓരോ കമ്പനീൻ്റെ ഓരോ ഫ്ലേവറുകൾ അവർ ചേർത്താറുണ്ട്. അത് ഇതിപ്പോൾ പുതിയതായിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിലാണ് അവർ ഇറക്കുക. ക്വാണ്ടിറ്റിയിലും സൗദി, ദുബായ് എല്ലാ രാജ്യത്തും നല്ല ചെക്കിങ് തന്നെയാണ്. സുഹൃത്തുക്കളെ, മദീനയല്ലാതെ മക്ക റോട്ടിൽ സാസ്കോ, വാദിൽ ഫറ അങ്ങനെ ആ ഒരു ഏരിയ വരെ നമ്മളെ വണ്ടി വരുന്നുണ്ട്. പിന്നെ യാംബു റോട്ടിൽ മുസാജിദ്, അങ്ങനെ അവിടെ നിന്ന് ഉള്ളിലോട്ട് അൽഗാഹ്, അങ്ങനെ ഉള്ളിലോട്ടുള്ള റോഡുകളിലൂടെ നമ്മളെ വണ്ടി വരുന്നുണ്ട്. പിന്നെ ഹൈബർ, ഹഷാഷ്, ഗസീമിൻ്റെ അടുത്ത് വരെയും അൽറാസ്, അൽ ഹിസു, പിന്നെ അൽമഹദ് റോട്ടിൽ അൽ ഉമക്ക് വരെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൈൽ റോട്ടിൽ അൽ ഹെയ്ത്ത്, ഉദയ് ഷുക്കൂർ, അങ്ങനെ എല്ലാ ആ ഏരിയകളും മുഴുവനും വരുന്നുണ്ട് കേട്ടോ വണ്ടി. പിന്നെ ഗസീം പഴയ റോഡ്, അൽ ഹനാക്കിയ, ഷുഹൈദ്ര, പിന്നെ അനാക്കിയൻ്റെ അടുത്ത് കിടക്കുന്ന നെഹീൽ. സുഹൃത്തുക്കളെ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.